സമയത്തിന് ജീവന്റെ വിലയാണ്. ഓരോ 9 മിനിറ്റിലും രാജ്യത്ത് പാമ്പുകടി മൂലം ഒരു മരണമെങ്കിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ ഓരോ വർഷവും 58,000-ൽ പരം ആളുകളാണ് പാമ്പുകടി മൂലം മരിക്കുന്നത്. അതായത് ഒരു ചെറിയ നഗരത്തിന്റെ ജനസംഖ്യ പാമ്പുകടി മൂലം ജീവൻ നഷ്ടപ്പെടുത്തുന്നു. ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒരുപക്ഷെ നിങ്ങൾക്കൊരു ജീവൻ രക്ഷിക്കാനായേക്കും. അതൊരു പക്ഷേ നിങ്ങളുടേതാകാം, നിങ്ങളുടെ കുടുംബത്തിൻ്റെതാകാം, അതുമല്ലെങ്കിൽ ഒരു അപരിചിതൻ്റേതാകാം. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായ 4 പാമ്പുകളായ ബിഗ് ഫോറിനെ പറ്റിയും വിഷപ്പാമ്പുകളെയും വിഷമില്ലാത്ത പാമ്പുകളെയും കണ്ടാൽ തിരിച്ചറിയാൻ സഹായിക്കുന്ന ജനറൽ ക്യാരക്ടറിസ്റ്റിക്സും ഒരു പാമ്പുകടി ഏറ്റാൽ ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും എന്നീ കാര്യങ്ങളാണ്. WHO ഡേറ്റ പ്രകാരം ഓരോ വർഷവും 81,000 മുതൽ 1,38,000 പേർ വരെ പാമ്പുകടിയേറ്റ് മരിക്കുന്നു. എന്നാൽ മരിക്കുന്നവരെ അപേക്ഷിച്ച് 3 ഇരട്ടി ആളുകളാണ് കൈകാലുകൾ നഷ്ടപ്പെട്ട് ജീവിക്കുന്നവരും സ്ഥിരമായി ശാരീരിക അവശത മൂലം ബുദ്ധിമുട്ടുന്നവരും. ആഗോളതലത്തിൽ പാമ്പുകടി ഏൽക്കുന്നവരിൽ 70% നടക്കുന്നത് ദക്ഷിണ ഏഷ്യൻ രാജ്യങ്ങളായ ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക മുതലായവിടങ്ങളിൽ നിന്നാണ്. ഇനി നമുക്ക് ഇന്ത്യയിലെ കണക്ക് നോക്കിയാൽ തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ പേർ പാമ്പുകടി മൂലം മരിക്കുന്നത് നമ്മുടെ രാജ്യത്താണ്. ഏകദേശം 50%-ത്തിലുമധികം 2000 മുതൽ 2019 വരെ ഇന്ത്യയിൽ 12 ലക്ഷത്തോളം ആളുകളാണ് പാമ്പുകടി മൂലം മരണപ്പെട്ടത്. ഇവയിൽ തന്നെ 97% മരണവും ഉൾഗ്രാമങ്ങളിലും അധികം ഡെവലപ്പ് ആകാത്ത പ്രദേശങ്ങളിലുമാണ്. മരിക്കുന്നവരിൽ 59% പുരുഷന്മാരാണെങ്കിൽ 41% സ്ത്രീകളുമാണ്. വിഷമിപ്പിക്കുന്ന മറ്റൊരു കാര്യം എന്തെന്നാൽ മരിക്കുന്നവരിൽ 28%-ത്തോളം ആളുകൾ 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ്. അതുമാത്രമല്ല 62.1% പാമ്പുകടികളും റിപ്പോർട്ട് ചെയ്യുന്നത് മഴക്കാലത്താണ്, അതായത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. മറ്റൊരു ഞെട്ടിക്കുന്ന കാര്യം എന്തെന്നാൽ ഇന്ത്യയിൽ പാമ്പുകടി ഏൽക്കുന്നവരിൽ 77.81% ആളുകളും ആശുപത്രിയിൽ പോകുന്നതേയില്ല. പരമ്പരാഗത ചികിത്സാരീതിയും മന്ത്രവാദവും മറ്റ് അശാസ്ത്രീയ രീതിയിലേക്കുമാണ് ഇവരുടെ പ്രധാന ശ്രദ്ധ. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് രാജ്യത്തെ 90% പാമ്പുകടികൾക്കും കാരണക്കാരായ ബിഗ് ഫോറിനെ പറ്റിയാണ്. ഇന്ത്യയിൽ തന്നെ ഏകദേശം 300-ൽ പരം പാമ്പിനങ്ങൾ ഉണ്ടെങ്കിലും അവയിൽ തന്നെ വിഷമുള്ളത് 60ഓളം ഇനം പാമ്പുകൾക്ക് മാത്രമാണ്. എന്നാൽ ആ വിഷപ്പാമ്പുകളിൽ ഏറ്റവും അപകടകരമായ 4 ഇനങ്ങളാണ് ഇന്ത്യൻ ബിഗ് ഫോർ. ആ 4 പാമ്പുകളാണ് മൂർഖൻ, അണലി, വെള്ളിക്കെട്ടൻ, സോസ്കെയിൽഡ് വൈപ്പർ അഥവാ ചുരുട്ടമണ്ഡലി. ആദ്യമായി മൂർഖൻ അഥവാ ഇന്ത്യൻ സ്പെക്ടക്കിൾഡ് കോബ്ര. പത്തി വിടർത്തുമ്പോൾ പുറകിൽ ഒരു കണ്ണടയുടെ രൂപം പോലെയുള്ള അടയാളമുള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊരു പേര് ലഭിക്കുവാൻ കാരണം. ഇവയുടെ വിഷം നാഡീവ്യൂഹത്തെയും തലച്ചോറിനെയും ബാധിക്കുന്ന ന്യൂറോടോക്സിന്റെയും ഹൃദയത്തിന്റെയും അതിന്റെ അനുബന്ധ കോശങ്ങളെയും ബാധിക്കുന്ന കാർഡിയോടോക്സിന്റെയും മിശ്രിതമാണ്. കടിച്ചാൽ 30 മിനിറ്റ് മുതൽ 2 മണിക്കൂറിനുള്ളിൽ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ കാർഡിയാക് അറസ്റ്റോ ശ്വാസതടസ്സം മൂലമുള്ള മരണമോ സംഭവിച്ചേക്കാം. അടുത്തതായി വെള്ളിക്കെട്ടൻ, ശംഖുവരൻ എന്ന പേരുകളിലൊക്കെ അറിയപ്പെടുന്ന കോമൺ ക്രൈറ്റ് ആണ്. മിനുസമായ ശരീരമുള്ള വെള്ളിക്കെട്ടൻ കറുത്ത നിറത്തിലോ ഇരുണ്ട നീല നിറത്തിലോ ആണ് കാണപ്പെടുന്നത്. ശരീരത്തിലുള്ള വെള്ള ബാൻഡുകൾ ഇവയെ തിരിച്ചറിയാൻ വളരെ സഹായകമാണ്. ഇവയുടെ കടി പെയിൻലെസ് ആയിരിക്കും, അതായത് ഉറക്കത്തിൽ കടിച്ചാൽ പോലും നമ്മൾ അറിയില്ല. രാത്രി സമയങ്ങളിൽ കൂടുതലും സജീവമാകാറുള്ള വെള്ളിക്കെട്ടനെ കൂടുതൽ അപകടകാരിയാക്കുന്നതും ഈ ഒരു കാര്യമാണ്. ഇവയുടെ വിഷം നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന കൊടും വീര്യമുള്ള ന്യൂറോടോക്സിനാണ്. അടുത്തതായി ചേനത്തണ്ടൻ, അണലി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന റസൽസ് വൈപ്പറാണ്. ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യുന്ന പാമ്പുകടിയിൽ 43%-ത്തിനും കാരണക്കാർ ഇവരാണ്. ശരീരത്തിൽ 3 നിരകളിലായി ചങ്ങല പോലെയുള്ള മാർക്കിങ്സ് ആണ് ഇവയ്ക്കുള്ളത്. അതുമാത്രമല്ല തലയുടെ ആകൃതി ഏകദേശം ഒരു ത്രികോണം പോലെയാണ്. അണലികൾ കാരണം ഒരു വർഷത്തിൽ ഇന്ത്യയിൽ തന്നെ 25,000-ത്തോളം പേരാണ് മരിക്കുന്നത്. അണലിയുടെ വിഷം ഉള്ളിൽ ചെല്ലുന്ന 60% ആളുകളുടെയും കിഡ്നിയെയും അത് ബാധിക്കാറുണ്ട്. 360 ഡിഗ്രിയിൽ ഏതൊരു സാധനത്തിനെയും തിരിഞ്ഞു കൊത്താൻ ശേഷിയുള്ള ഇവയെ കൈകാര്യം ചെയ്യുന്നത് വളരെ സൂക്ഷിച്ചു വേണം. അടുത്തതായി ബിഗ് ഫോറിലെ ഏറ്റവും ചെറുത്. ഇവയുടെ സൈസ് എന്ന് പറയുന്നത് 30 മുതൽ 60 സെന്റിമീറ്റർ വരെയാണ്. അപകടം മണത്താൽ ഈ ജീവികൾ തങ്ങളുടെ ശരീരം S ആകൃതിയിലോ ഒരു കോയിൽ പോലെ ചുരുട്ടിയോ ആക്കാറുണ്ട്.
ഇവയുടെ വിഷം രക്തത്തെ ബാധിക്കുന്ന ഹീമോടോക്സിൻ്റെയും കോശങ്ങളെ ബാധിക്കുന്ന സൈറ്റോടോക്സിൻ്റെയും മിശ്രിതമാണ്. ഇതുമൂലം രക്തത്തിന് കട്ട പിടിക്കാനുള്ള ശേഷി നഷ്ടമാകുകയും ശരീരത്തിലെ കോശങ്ങളും മറ്റും നശിച്ചു പോകാനും സാധ്യതയുണ്ട്. അടുത്തതായി നമ്മൾ വിഷമുള്ള പാമ്പുകളെയും വിഷമില്ലാത്ത പാമ്പുകളെയും എങ്ങനെ തരംതിരിക്കാമെന്ന് നോക്കാം. ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ, ഒരു പാമ്പിനെ കണ്ടാൽ വിഷമുള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് 100% ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡ് ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ചില വിഷ്വൽ ക്ലൂസ് ഉണ്ട്. ഈ ഒരൊറ്റ അറിവ് കാരണം ഒരു ജീവൻ രക്ഷിക്കാൻ സാധിക്കാം. ഒന്നാമതായി തലയുടെ ആകൃതി. അണലികളിൽ ത്രികോണാകൃതിയിലാണ് തല കാണുന്നത്. എന്നാൽ വിഷമില്ലാത്ത പാമ്പുകളിൽ പൊതുവെ റൗണ്ട് ഹെഡാണ് കാണപ്പെടുന്നത്, അതായത് ബോഡിയുമായി ഗ്രാജ്വലി മെർജ് ആവുന്ന രീതിയിൽ. എന്നാൽ മൂർഖനും വെള്ളിക്കെട്ടനും വിഷമില്ലാത്ത പാമ്പുകളെപ്പോലെ റൗണ്ട് അഥവാ ഓവൽ ഷേപ്ഡ് ഹെഡാണ് കാണുന്നത്. എന്നാൽ ശരീരത്തിലെ പാറ്റേൺ വെച്ച് നമുക്കിവയെ തിരിച്ചറിയാൻ സാധിക്കാറുണ്ട്. തലയുടെ ആകൃതി വെച്ച് മാത്രം ഒരു പാമ്പ് വിഷമുള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് വിലയിരുത്തരുത്. രണ്ടാമതായി കണ്ണിലെ കൃഷ്ണമണികളാണ്. അണലികൾക്കും മറ്റും പൊതുവെ ലംബമായി ദീർഘവൃത്താകൃതിയിലുള്ള കണ്ണിലെ കൃഷ്ണമണികളാണുള്ളത്. വിഷമില്ലാത്ത പാമ്പുകൾക്ക് വട്ടത്തിലുള്ള കൃഷ്ണമണികളാണ് പൊതുവെ കാണാറുള്ളത്. എന്നാൽ മൂർഖനും വെള്ളിക്കെട്ടനുമൊക്കെ വിഷമില്ലാത്ത പാമ്പുകളെ പോലെ വൃത്താകൃതിയിലുള്ള കൃഷ്ണമണികളാണുള്ളത്. അടുത്തതാണ് ടെയിൽ ഷേപ്പ്. ശരീരത്തിൽ നിന്നും വാലിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് വണ്ണം കുറഞ്ഞ് കൂർത്തതുപോലെയാകുന്നത് വിഷപ്പാമ്പുകളുടേതാണ്. എന്നാൽ സാധാരണയായി വിഷമില്ലാത്ത പാമ്പുകൾക്ക് കണ്ടുവരുന്നത് ശരീരത്തിനോട് ചേർന്ന് പതിയെ നീളം കുറഞ്ഞു വരുന്ന വാലുകളാണ്. ഇനി പാമ്പുകടി ഏറ്റുകഴിഞ്ഞാൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. കടിച്ച പാമ്പിനെ തിരിച്ചറിയാൻ ഒരിക്കലും അവയുടെ പുറകെ പോകരുത്. ദൂരെ നിന്നൊരു ഫോട്ടോ എടുത്താൽ തന്നെ അത് ചികിത്സയ്ക്ക് വളരെയധികം സഹായകമാണ്. രണ്ടാമതായി അധികം ടെൻഷൻ അടിക്കാതെ ഇരിക്കുക. ഹൃദയമിടിപ്പ് കൂടുന്നത് മൂലം രക്തത്തിലേക്ക് വിഷം കലരുവാനുള്ള സാധ്യതയും കൂടുന്നു. ഇങ്ങനെ ചിന്തിച്ചാൽ മതിയാകും, എന്നെ കടിച്ചത് ഒരു വിഷപ്പാമ്പായിരിക്കില്ല, ഇനി ആണെങ്കിൽ തന്നെ അതൊരു പക്ഷേ ഡ്രൈ ബൈറ്റ് ആയിരിക്കും. ഡ്രൈ ബൈറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിഷപ്പാമ്പുകൾ വിഷം ലോഡ് ചെയ്യാതെ ഇരയെ കടിക്കുന്നതാണ്. വിഷപ്പാമ്പുകൾ കടിച്ചാൽ 20 മുതൽ 40% വരെ അത് ഡ്രൈ ബൈറ്റ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. മൂന്നാമതായി കടിയേറ്റ ഭാഗം മുറിക്കുകയോ വായ കൊണ്ട് വിഷം പുറത്തേക്ക് വലിച്ചെടുക്കുവാൻ ശ്രമിക്കുകയോ ചെയ്യരുത്. ഇങ്ങനെ ചെയ്യുന്നത് മൂലം ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന സാധ്യത വളരെയധികം കൂടുകയാണ് ചെയ്യുന്നത്. നാലാമതായി ബ്ലഡ് സർക്കുലേഷൻ തീരെയില്ലാത്ത രീതിയിൽ വളരെ ടൈറ്റായി കടിയേറ്റ ഭാഗത്ത് കെട്ടിവെക്കരുത്. അവസാനമായി പറയട്ടെ, കടിയേറ്റ ഭാഗത്തൊരിക്കലും ഐസോ, പച്ചമരുന്നോ അശാസ്ത്രീയ ചികിത്സാ രീതികളോ പ്രവർത്തിക്കരുത്. അതുപോലെ കടിയേറ്റയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇടതുവശത്തോട്ട് ചരിച്ചു കിടത്തിയതിനു ശേഷം വേണം കൊണ്ടുപോകാൻ. കൂടുതൽ ആളുകളും മരണപ്പെടുന്നത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ്. ഇടതുവശം ചേർത്ത് ചെരിച്ചു കിടത്തിയില്ലെങ്കിൽ ഛർദ്ദിക്കാനും ആ ഛർദി ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കാനും ശ്വാസതടസ്സം ഉണ്ടാകാനും തുടർന്ന് മരണം സംഭവിക്കാനും സാധ്യതയുണ്ട്. പാമ്പുകടിക്കുള്ള ആന്റിവെനം ഇപ്പോൾ ഏകദേശം എല്ലാ ആശുപത്രികളിലുമുണ്ട്. കഴിയുന്നതിലും വേഗം കടിയേറ്റയാളെ ആശുപത്രിയിൽ എത്തിക്കുക. സമയത്തിന് ജീവന്റെ വിലയാണുള്ളത്.